മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മളിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മീഷോ എന്ന് പറയുന്ന പ്രചാരം നേടിയിട്ടില്ല, നമുക്കിടയിൽ ഒരു തവണയെങ്കിലും നമുക്കതിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് സംശയിക്കാൻ പറ്റുന്ന രൂപത്തിൽ അത്രമേൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനിയെക്കുറിച്ചാണ്. ആ കമ്പനിയുടെ എന്തൊക്കെയാണ് സ്റ്റാറ്റസ് വീഡിയോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസാണ്. എല്ലാവരും വാങ്ങിക്കണമെന്നോ അക്യുമുലേറ്റ് ചെയ്യണമെന്നോ വാങ്ങിയത് വിൽക്കണമെന്നോ ഒന്നും ഇതുകൊണ്ട് ഒരു കാര്യമില്ല. അഥവാ അതല്ല ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ അടിയൊഴുക്കുകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വഴിയാണെന്ന് മാത്രം നമുക്ക് തുടരാം. 2025 ഡിസംബർ മാസം 28 നമ്മൾ സംസാരിക്കുന്നത്. 197 രൂപ 84 പൈസയ്ക്കാണ് ലാസ്റ്റ് മാർക്കറ്റ് ഡേയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അഥവാ 0.79 പൈസ അധികമായിട്ട് അഥവാ പോസിറ്റീവ് സൈഡായിട്ടാണ് കയറിയിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 0.40% അധിക പോസിറ്റീവ് സൈഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കാണുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്കെയിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അഥവാ ടുഡേ ലോ പോയിട്ടുള്ളത് 194 രൂപ 2 പൈസയും ടുഡേ ഹൈ പോയിട്ടുള്ളത് 200 രൂപ 81 പൈസയുമാണ്. ടുഡേ അതുപോലെ തന്നെ 52 വീക്ക് ലോ പോയിട്ടുള്ളത് 153 രൂപ 89 പൈസയും 52 വീക്ക് ഹൈ പോയിട്ടുള്ളത് 254 രൂപ 40 പൈസയും. ഈ ഒരു സ്കെയിൽ നമുക്ക് നല്ലൊരു പ്രതീക്ഷ തരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ദിവസത്തെ ആ ഒരു ചാഞ്ചാട്ടം ഫ്ലക്ച്വേഷൻ വളരെ നന്നായിട്ട് ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്ക്, ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളുകൾക്ക്, വലിയൊരു ക്വാണ്ടിറ്റിക്ക് എടുത്ത് ചെയ്യുന്ന ആൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിയുടെ ഈ ഒരു ചാഞ്ചാട്ടം മേലോട്ടും താഴോട്ടുമുള്ള ഒഴുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു 94 നിന്ന് 200 എത്തുമ്പം ഒരു 6 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. 3 രൂപയുടെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും വലിയൊരു എമൗണ്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പെർഫോമൻസാണ് ഒരു ദിവസത്തെ ഒരു പെർഫോമൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഷനെ മുഴുവനും സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ള ഒരു പെർഫോമൻസ് ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ കാണുന്നുണ്ട്. 154, 254 അഥവാ ഒരു 100 രൂപയുടെ അടുത്തുള്ള ഒരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്ന് പറയുമ്പം നല്ല ഒരു ശതമാനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫണ്ടമെൻ്റൽ സൈഡ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 89,315 കോടി രൂപയാണ്. പി ഇ റഷ്യോ TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ -22.67 ആണ്. PB റഷ്യോ 16.85 ഇൻഡസ്ട്രി PE റഷ്യോ 142.67 ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.04 കാണിക്കുന്നത്. അതുപോലെ ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി, നമ്മൾ കൊടുക്കുന്ന പൈസയുടെ മൂല്യവത്തായ എന്ത് റിട്ടേൺ തരും അഥവാ ശോകമാണെന്നുള്ളത് തീർത്തും പറയാം. -338.76 അവസ്ഥയിലാണെന്ന് നമുക്കിതിനെ ഈ ഒരു കണ്ടിട്ട് നമുക്ക് എൻ്റെതായ ഒപ്പീനിയൻ നിങ്ങൾക്ക് വെക്കുകയാണ്. കമ്പനി ഒരുപക്ഷെ നാളെ കയറിയേക്കാം, മറ്റന്നാൾ കയറിയേക്കാം. അതൊക്കെ നമ്മുടേതായ കാഴ്ചയിൽ ഭാവിയിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ROE ഒക്കെ ശോകമാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. EPS TTM ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിലും അതും മൈനസാണ്, -8.73 ആണ്. ഡിവിഡൻഡ് ഈൽഡ് 0 ആണ്. ബുക്ക് വാല്യൂ വരുന്നത് 11.74. അതേപോലെ ലാസ്റ്റ് വണ്ണായിട്ട് അഥവാ ഫേസ് വാല്യൂ വരുന്നത് 1 രൂപയുമാണ്. ഇനി ഇതിൻ്റെ ഫിനാൻസ് സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ, അതൊക്കെ ഒരു രസകരമായിട്ടുള്ള സംഭവമാണ്. റവന്യൂയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒറ്റ സ്കെയിലേ ഉള്ളൂ. 2025 ജൂൺ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന 2630 കോടി രൂപയുടെ റവന്യൂ ഉണ്ട്. ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 2024 2025 2 ലെഗ്സുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. 2024 കമ്പനി 7859 കോടി രൂപ റവന്യൂ ബുക്ക് ചെയ്തിട്ടുണ്ട്. 2025 എത്തുമ്പം 9901 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത്. പക്ഷേ പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതും ശോകമാണ്, -289 കോടി. ഇനി ഇയർലി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ 2024 328 കോടി മൈനസാണ്. 2025 എത്തുമ്പം 3942 കോടി മൈനസാണ്. ഇതാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ കഥ പറയേണ്ടതില്ല എന്ന് തോന്നുന്നത്. ഇത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ എന്ന് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒപ്പീനിയൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നെറ്റ്വർത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2024 2230 കോടി രൂപയും 2025 എത്തി നോക്കുമ്പം അടിമുടി താളം തെറ്റി താഴേക്ക് വീണിട്ടുണ്ട്. 2025 1446 കോടി രൂപയിലേക്ക് നെറ്റ്വർത്ത് ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതെത്ര കണ്ടപ്പോൾ ഒരു രസകരമായിട്ടുള്ളൊരു രീതിക്കല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ റിറ്റെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിൽ 75
25.2%. പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യം അത് അവരുടെ കമ്പനിയുടെ ആളുകൾ തന്നെ സൂക്ഷിക്കുന്നത് 16.76%. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 3.98%. മ്യൂച്വൽ ഫണ്ടുകാരുടെ കയ്യിൽ 2.52%. അതർ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ 1.72%മാണ് സൂക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, നിങ്ങളൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിട്ട് അനലൈസ് ചെയ്യുക. ഇനി നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ നല്ല ഒരു അനലിസ്റ്റിനെ കൊണ്ട്, ഫിനാൻഷ്യൽ അനലിസ്റ്റിനെ കൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇപ്പോഴതിലും ഈ ഒരു വലിയൊരു ഗുണകരമായിട്ടുള്ള സിറ്റുവേഷൻ അല്ല ഇപ്പം മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്ക് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ മതിയാകുന്നതാണ്. എങ്കിലും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്, ചാടിപ്പിടിച്ച് താഴെ വന്നല്ലോ ഇനി എന്തായാലും കയറിപ്പോവല്ലോ അങ്ങനെ ഒരു കണ്ടീഷനൊന്നും ഇല്ല. മാർക്കറ്റ് എന്ന് പറയുന്ന അൺകണ്ടീഷണലാണ്. എപ്പോഴും മേലെ പോകാം, എപ്പോഴും താഴേക്ക് വരാം. നോക്കിയും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. പുതുതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആലിഷ് ബ്ലൂയുടെ ഒരു അക്കൗണ്ട് ലിങ്ക്. ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.